3 ദിവസങ്ങളിലായി ഏഴോം കൈപ്പാട് പ്രദേശത്ത് നടന്നുവന്ന മലബാർ കൈപ്പാട് ഫെസ്റ്റിന് തിരശ്ശീല വീണു. കാണികളിൽ ആവേശം നിറച്ച് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കൾ നയിച്ച നാടൻപാട്ടോടുകൂടിയാണ് കൈപ്പാട് ഫെസ്റ്റ് സമാപിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി 2024 ഗുരുപൂജ അവാർഡ് ജേതാവ് KV പാർവതിയമ്മ, പ്രശസ്ത നാടൻപാട്ട് കലാകാരന്മാരായ റംഷി പട്ടുവം, രുക്മ പ്രവീൺ, ശിവദാസൻ ഏഴോം എന്നിവർ ചേർന്ന് നാടൻപാട്ടുകൾ പാടിയപ്പോൾ കൈപ്പാട് ഫെസ്റ്റിനെത്തിയ കർഷകരും വിദ്യാർത്ഥികളും ഏറ്റുപാടി. കണ്ണൂർ, കാസർകോട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നെത്തിയ കർഷകരും വിദ്യാർത്ഥികളും ഏഴോത്തെ കൈപ്പാട് പ്രദേശത്തെ ചെളിയിലിറങ്ങിയും ഞാറുകൾ നട്ടും കൃഷിയെക്കുറിച്ചു പഠിച്ചും കൈപ്പാട് ഫെസ്റ്റ് നാടിന്റെ ഉത്സവമാക്കി മാറ്റി. കൈപ്പാട് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. 40ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്ക് കൈപ്പാട് അരികൊണ്ട് ഒരുക്കിയ കഞ്ഞിയും നാടൻ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ കറിയും നൽകി. മലബാർ കൈപ്പാട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി, മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി എന്നിവർ ചേർന്നാണ് ഏഴോം അകത്തേക്കൈ കൈപ്പാടിൽ മലബാർ കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് PK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ T വനജ, മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർപേഴ്സൺ P ഗോവിന്ദൻ, VV ചന്ദ്രൻ, AV അജയകുമാർ, O സുശാന്ത്, C ഭരതൻ എന്നിവർ സംസാരിച്ചു. വിവിധ കോളേജുകളിൽ നിന്ന് ഇന്റേൺഷിപ്പ് പരിശീലനത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 2027 കൈപ്പാട് ഫെസ്റ്റ് പട്ടുവം പഞ്ചായത്തിലെ കിഴക്കേപ്രം കൈപ്പാട് പ്രദേശത്ത് നടക്കുമെന്ന് പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് PK ദിവാകരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.